നിങ്ങളുടെ ഫോം 16 കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളും അത് ബുദ്ധിപൂർവ്വം എങ്ങനെ ഒഴിവാക്കി നിങ്ങളുടെ പണവും സമയവും ലാഭിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. പലരും വിചാരിക്കുന്നത് ഫോം 16 കിട്ടിയാൽ ടാക്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നാണ്. അത് വിശ്വസിച്ച് നേരെ പോയി ITR ഫയൽ ചെയ്താൽ ഈ വർഷം പണി പാളും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ. പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ AAS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ ഗവൺമെന്റിന് ഇതിലൂടെ അറിയാനായി സാധിക്കും. ഇത് ഫോം 16 ഉണ്ടാവില്ല. ഇത് വെരിഫൈ ചെയ്യാൻ മിസ്സായി കഴിഞ്ഞാൽ ഉറപ്പായും ഇൻകം ടാക്സ് നോട്ടീസ് നിങ്ങളെ തേടിയെത്തും. രണ്ടാമത്തെ കാര്യം, കമ്പനി തരാൻ വിട്ടുപോയ HRA അല്ലെങ്കിൽ എക്സ്ട്രാ ഡിഡക്ഷൻസ് ഫോം 16 ഇല്ലെങ്കിലും ഇത് നിങ്ങൾക്ക് ലീഗലായി ക്ലെയിം ചെയ്ത് വലിയൊരു തുക ടാക്സ് ലാഭിക്കാൻ സാധിക്കും. മൂന്നാമത്തേത്, തെറ്റായ ITR ഫോം സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറുമൊരു സാലറി മാത്രമാണോ അതോ ഫ്രീലാൻസിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഫോം മാറും. ഫോം തെറ്റിയാൽ ഫയലിംഗ് ഇൻവാലിഡ് ആവും. ടാക്സ് റൂളുകൾ മാറിമറിയുന്ന ഈ സമയത്ത് സ്വന്തമായി ഇരുന്ന് മണിക്കൂറുകൾ കളഞ്ഞ് തലപുകയ്ക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അത് തെറ്റായ ഫയലിംഗ് ആണെങ്കിലോ നിങ്ങളുടെ പണവും നഷ്ടപ്പെടാം. ഇതിനെല്ലാമുള്ള ഒരൊറ്റ സൊല്യൂഷനാണ് myfinancial.in. നിങ്ങളുടെ ഫോം 16 അപ്ലോഡ് ചെയ്താൽ ഞങ്ങളുടെ സിസ്റ്റം ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് എല്ലാം തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യും. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒട്ടും കളയാതെ മാക്സിമം ടാക്സ് സേവിങ്സോടെ 100% സുരക്ഷിതമായി ഞങ്ങളിലൂടെ ITR ഫയൽ ചെയ്യാം. വെയിറ്റ് ചെയ്യേണ്ട, ലിങ്ക് ബയോയിൽ തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.